നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡിന്റെ അതിതീവ്ര വ്യാപനശേഷിയുള്ള ഒമിക്രോൺ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ കർശന നിർദ്ദേശങ്ങളുമായി സൗദി അറേബ്യ. ഒമിക്രോണിന്റെ പശ്ചാത്തലത്തിൽ എല്ലാവരും രാജ്യത്തിന് പുറത്തേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്ന് സൗദി പബ്ലിക് ഹെൽത്ത് അതോറിറ്റി അറിയിച്ചു. രാജ്യത്തിന് പുറത്തുനിന്ന് വരുന്ന പൗരന്മാരോ താമസക്കാരോ ആയ യാത്രക്കാർ അവരുടെ പ്രതിരോധ കുത്തിവയ്പ് നില പരിഗണിക്കാതെ തന്നെ 5 ദിവസത്തേക്ക് സാമൂഹിക സമ്പർക്കം ഒഴിവാക്കണമെന്നും എന്തെങ്കിലും അസ്വസ്ഥതകൾ കണ്ടാൽ ഉടൻ കോവിഡ് പരിശോധനയ്ക്ക് തയ്യാറാകണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശ്വസന സംബന്ധമായ രോഗങ്ങളോ പനിയുടെ ലക്ഷണങ്ങളോ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോവിഡ് പരിശോധന നടത്തേണ്ടതാണ്. വിദേശത്ത് നിന്നെത്തുന്നവർ മാസ്ക് ധരിക്കുകയും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും കൈകൾ സ്ഥിരമായി കഴുകുകയും വേണം. ആരെയും ഹസ്തദാനം ചെയ്യരുത്. എല്ലാവരും 2 ഡോസ് വാക്സിൻ എടുക്കണമെന്നും ബൂസ്റ്റർ ഡോസിന് ശ്രമിക്കണമെന്നും അതോറിറ്റി അറിയിച്ചു. ഒമിക്രോൺ വകഭേദത്തിന്റെ ആവിർഭാവവും ലോകത്തിന്റെ പല രാജ്യങ്ങളിലും അതിന്റെ വ്യാപനം ത്വരിതപ്പെടുത്തിയിരിക്കുന്നുവെന്നതും പ്രതിരോധ നടപടികൾ കർശനമാക്കാനും ചില സാമൂഹിക പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുവാനും ഈ രാജ്യങ്ങളെ പ്രേരിപ്പിച്ചു തുടങ്ങിയെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പല ലോകരാജ്യങ്ങളിലും കോവിഡ് കേസുകളുടെ കാര്യത്തിൽ കാര്യമായ വർധനവ് രേഖപ്പെടുത്തുകയും ഒമിക്രോൺ വകഭേദം വ്യാപിക്കുകയും ചെയ്യുകയാണെന്ന് സൗദി പബ്ലിക് ഹെൽത്ത് അതോറിറ്റി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഒമിക്രോൺ വകഭേദത്തിന്റെ വരവും ലോകത്തിന്റെ പല രാജ്യങ്ങളിലും വ്യാപനം ത്വരിതപ്പെടുത്തിയിരിക്കുന്നതും പ്രതിരോധ നടപടികൾ കർശനമാക്കാനും ചില സാമൂഹിക പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തലാക്കാനും രാജ്യങ്ങളെ പ്രേരിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നുവെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു. കോവിഡ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാകാത്ത രാജ്യങ്ങൾ സന്ദർശിച്ചവർ ആ വിവരം വെളിപ്പെടുത്താതെ സൗദിയിലേക്ക് പ്രവേശിച്ചാൽ കനത്ത പിഴ ഈടാക്കുമെന്ന് സൗദി പബ്ലിക് പ്രോസിക്യൂഷൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. നിയമം ലംഘിക്കുന്നവർക്ക് 5 ലക്ഷം സൗദി റിയാലാണ് പിഴ ഈടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. വിവിധ രാജ്യങ്ങളിൽ കോവിഡിന്റെ ഒമിക്രോൺ വകഭേദം വ്യാപിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു തീരുമാനത്തിൽ സൗദി എത്തിയിരിക്കുന്നത്. കോവിഡ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാകാത്ത രാജ്യങ്ങളിൽ നിന്നും വിമാനങ്ങൾ വഴിയോ അല്ലാതെയോ സൗദിയിലേക്ക് വരുന്ന യാത്രക്കാരുടെ വിവരങ്ങൾ വെളിപ്പെടുത്താൻ എയർലൈൻ കമ്പനികളും വാഹന ഉടമകളും ബാധ്യസ്ഥരാണ്. അവരുടെ കയ്യിൽ വ്യക്തമായ കണക്കുകൾ ഉണ്ടായിരിക്കണം. രാജ്യാന്തര യാത്രക്കാർ പകരുന്ന രോഗങ്ങൾ ഉള്ള സമയത്ത് അത് പടരാതിരിക്കാനുള്ള മുൻകരുതൽ പാലിക്കണമെന്നതാണ് നിയമം. നിയമം ലംഘിക്കുന്നവരെയും അതിന് കൂട്ടുനിന്നവരെയും ശിക്ഷയിൽ ഉൾപ്പെടുത്തുമെന്നും സൗദി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ലോകരാജ്യങ്ങളിൽ ഭീതി പടർത്തി ഒമിക്രോൺ വ്യാപനം ശക്തമാവുകയാണ്. ഒമിക്രോൺ സ്ഥിരീകരിച്ച സ്ഥലങ്ങളിൽ 1.5 മുതൽ 3 ദിവസത്തിനുള്ളിൽ രോഗികളുടെ എണ്ണം ഇരട്ടിയാകുന്നുവെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. ഇതുവരെ 89 രാജ്യങ്ങളിൽ ഒമിക്രോൺ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ പ്രതിരോധശേഷി കൂടിയ രാജ്യങ്ങളിൽ പോലും രോഗവ്യാപനം അതിവേഗത്തിലാണ്. ഒമിക്രോണിന്റെ തീവ്രത, അപകടശേഷി, വാക്സിൻ പ്രതിരോധത്തെ മറികടക്കുമോ തുടങ്ങിയവയിൽ നിഗമനത്തിലെത്താൻ കൂടുതൽ ഡേറ്റ ലഭ്യമാകേണ്ടതുണ്ട്. നിലവിലെ പ്രതിരോധശേഷി മറികടക്കുന്നതിനാലാണോ ഒമിക്രോൺ അതിവേഗത്തിൽ പടരുന്നതെന്ന് കണ്ടെത്താനായിട്ടില്ലെന്നും ലോകാരോഗ്യ സംഘടന അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.